ഞാനിവിടെ ഉണ്ടാക്കുന്നത് വൈച്ചനൻ്റെ നല്ലൊരു മസാല കറിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു വലിയ സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം, 1 മതി. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉള്ളിയിൽ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയൊരു അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതായത് ഒരു ഉള്ളി എടുക്കുമ്പോൾ ഒരു പകുതി തക്കാളി എടുത്താൽ മതി, അത് നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുമിൻ പൗഡർ, ചെറിയ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ ഫെനൽ സീഡ്സിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലെല്ലാം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറക്കാതെ ചേർക്കേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറ്റുന്നത് ഒരു സംഭവം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സറാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. മിക്സിയാണ് ഉള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഈ ഒരു പിടി കടലയും ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഹാൻഡ് മിക്സർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ 1 കപ്പ് വെള്ളത്തിൽ 1 പിടി കടലയും ഇതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഇത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഹാൻഡ് മിക്സർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം ഈ മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ, അപ്പോൾ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫോയിൽ ജസ്റ്റ് മുറിച്ചതിന് ശേഷം ഇതിലിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. അതാണ് കുറച്ചും കൂടിയും സേഫ് എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി അധികം നമ്മൾ ഗ്രേവി ഉള്ളതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് അരയ്ക്കാൻ പറ്റും ഇതിൽ തന്നെ വെച്ചിട്ട്, ഒരു പ്രശ്നവുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് എന്താക്കാം, നമുക്ക് 1 കപ്പ്, ഞാനിവിടെ 1.5 കപ്പ് വൈച്ചന വേവിച്ചതിന് ശേഷം 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെനയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. കുറച്ചും കൂടി നന്നായിട്ട് കടലെല്ലാം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി അധികം ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ചധികം വെള്ളമായി പോയാലും ഒരു കുഴപ്പമില്ല, കാരണം ഇത് നമുക്ക് തിളപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾ അടുത്തുള്ളത് അത് ചേർത്തിട്ട്
നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മളെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ തരം ഇപ്പോൾ ചപ്പാത്തിക്കോ പൊറാട്ടയ്ക്കോ അപ്പോൾ ഏത് തരം പത്തിരിക്കാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ ഡൽഹി പിന്നെ കറാച്ചി അങ്ങനെ ആ ഒരു സൈഡിലേക്കുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Bye.